പ്രൈസ് ഗോഡ്. ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഒരു ക്രൈസിസിനെ ക്രൈസിസ് ആക്കുന്നത് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിനെ ഒരു ക്രൈസിസിനെ ശരിക്കും ക്രൈസിസിലാക്കുന്നത്. നമുക്ക് വി ഡു ഹാവ് എ ഹൈഡിങ് പ്ലേസ്. നമുക്കൊരു മറവിടമുണ്ട്. അത് നമുക്ക് പലപ്പോഴും നമ്മളത് വിട്ടു പോകുന്നതുകൊണ്ടാണ്. നമുക്ക് ബൈബിളിൽ 2 ക്യാരക്ടറുണ്ട്. ഒന്ന് പത്രോസാണ്, ഒന്ന് യൂദാസാണ്. ഇവർ രണ്ടുപേരും കർത്താവിനെ തള്ളിപ്പറഞ്ഞവരാണ്. പക്ഷെങ്കിൽ യൂദാസ് അതിൻ്റെ റിഗ്രറ്റ് കൊണ്ട് നടന്ന് പുള്ളിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പുള്ളി എങ്ങും പോയില്ല. പുള്ളി നേരെ പോയി ആത്മഹത്യ ചെയ്തു. അതേസമയം പത്രോസ് ഇതെല്ലാം ചെയ്തിട്ടും കർത്താവിൻ്റെ അടുത്ത് ചെന്നു. കർത്താവ് ആ പത്രോസിനെ സ്വീകരിച്ചു. സോ വി ഡു ഹാവ് ആൻ ഹൈഡിങ് പ്ലേസ്. അതായത് സങ്കീർത്തനം 32:7 പറയുന്നത് നമുക്കൊരു മറവിടമുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് സംടൈംസ് ചില ഇമോഷൻ കാരണം നമുക്ക് ജയമായിരിക്കും, എന്നാലും നമുക്ക് പബ്ലിക്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റാതെ ചിലരെ കണ്ടിട്ടില്ലയോ, ഒളിമ്പിക്സിനൊക്കെ വലിയ ഓടി ഫസ്റ്റ് പ്രൈസ് ഒക്കെ വന്നിട്ട് അവരിങ്ങനെ കണ്ണും പൊത്തി ഇങ്ങനെ തന്നെത്താൻ ഉറത്താൻ പോവും. ജയിച്ചിട്ടാണ് പോകുന്നത്, അല്ലാതെ തോറ്റിട്ട് അല്ല. അപ്പോഴും അവർക്കൊരു ഹൈഡിങ് പ്ലേസ് വേണം. നമുക്ക് എപ്പോൾ വേണേലും മാർവിൽ ചാരാവുന്ന ഒരു കർത്താവ് ഇന്നും ജീവനോടുണ്ട്. ആ കർത്താവിനെ ആശ്രയിക്കണം. ഗോഡ് ബ്ലസ് യു.